ഹായ്, നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. പാലക്ക് കൊണ്ടുള്ള ഒരു ദോശയാണ്. അതിനായിട്ട് നമുക്ക് പാലക്കിൻ്റെ തണ്ടൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലോണം അരയ്ക്കണം. ഇനി അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക് ഇത്രയും വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. ഇങ്ങനെ ലൂസായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കതിൽ മാവൊക്കെ ചേർക്കാനുണ്ട്. 1 കപ്പ് റാഗി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 സ്പൂണ് നമുക്ക് എത്രയാണ് ആവശ്യം അത്രയ്ക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു കപ്പ് റവയും ചേർത്തിട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതൊക്കെ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കാം. കുറച്ച് നമുക്ക് സോഡാപ്പൊടിയും ചേർക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം കട്ടയില്ലാതെ ഇളക്കി ദോശ പരുവത്തിലാക്കി എടുക്കാം. ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് തവ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചിട്ട് 1 സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാം. പിന്നെ നമുക്ക് ഏത് ഓയിൽ വേണം ആ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ദോശയുടെ മീതെ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നല്ലെണ്ണ ചേർക്കാം. പിന്നെ നെയ്യും വേണമെങ്കിൽ നെയ്യും ചേർത്ത് നമുക്ക് ചുടാം. കുറച്ച് ക്രിസ്പി ആയിട്ട് വരും. നല്ല ഹെൽത്തിയാണ് ഈ ദോശ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറോ കഴിക്കാം. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണിത്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു ചട്നി ഉണ്ടാക്കണം. അതിനായി നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനെഗർ ഒഴിക്കാം. ഒരു 1/2 സ്പൂൺ വിനെഗർ ഒഴിക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനത് ഒഴിച്ചത്. പിന്നെ കുറച്ച് പുളി ഇടണം. പുളിപ്പ് വേണമെന്നുള്ളവർ കുറച്ച് പുളിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ദോശയ്ക്ക് ഈ ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.